പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ശ്രീജിത്ത് ജിഷ്ണു പ്രണോയുടെ അമ്മാവൻ നമ്മൾക്കൊപ്പം വടകരയിൽ നിന്ന് തുടരുകയാണ്. ലോ അക്കാദമി പ്രശ്നത്തിലേക്ക് പോകും മുമ്പ് ശ്രീജിത്ത്, അവസാനമായി ഏതായാലും ജാഗ്രത കുറവുണ്ടായി എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ തിരിച്ചറിവ് ഒരുപക്ഷെ ഈ വാർത്തകൾ സജീവമാകുന്നതോടുകൂടി, അതൊരിക്കലും മാധ്യമങ്ങൾ, ഇപ്പോൾ മഹേഷ് കക്കത്ത് പറഞ്ഞത് വളരെ പോസിറ്റീവായി എടുത്തുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് പിന്നാലെ അവർ വരുന്നു എന്ന അർത്ഥത്തിലല്ല ഞാനിപ്പോൾ അത് പറയുന്നത്. വാർത്തയിലൂടെ കാര്യങ്ങൾ സജീവമായി അറിയുന്നതോടെ സംഘടനകൾ കൂടുതൽ ശ്രദ്ധ ഊന്നിയേക്കാം. ആ പ്രശ്നത്തിൽ അന്വേഷണത്തെ കൂടുതൽ ജാഗ്രതയോടെ അവർ കൂടി നിരീക്ഷിച്ചേക്കാം. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് സത്യാഗ്രഹമൊന്നും നടത്തേണ്ടി വന്നേക്കില്ല. ഗൗരവമായ അന്വേഷണം ഒരുപക്ഷെ ഇപ്പോഴത്തെ പരാതികൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോയേക്കാം. അതിനടിയന്തരമായി ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രീജിത്ത്? ഞങ്ങൾ ഓരോ ഒരു കാര്യങ്ങളും നമ്പർ ഇട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും പരാതി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ DGPക്ക് ഉൾപ്പെടെ ഈ പരാതികൾ കൈമാറിയിട്ടുണ്ട്. ഇന്ന ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അത് പരിഹരിക്കപ്പെടണം. മുഖ്യമന്ത്രിയിലും സർക്കാരിലും ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിൽ ഈ അന്വേഷണം ഏൽപ്പിച്ചാൽ പോരാ, അതിനൊരു മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുണ്ട്. അതിലെന്തുകൊണ്ട് മുന്നേറുന്നില്ല? ഞങ്ങൾ ഉന്നയിച്ച പരാതികൾ കൂടി അത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ SFI ഉൾപ്പെടെയുള്ള സംഘടനകളെ ഒരിക്കലും ഞങ്ങൾക്ക് അവിസ്മരിക്കാൻ പറ്റില്ല. അവരാണ് ഞങ്ങളുടെ നാവായി പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് എല്ലാവരും ഞങ്ങളെ തള്ളി പറഞ്ഞു എന്നുള്ള അഭിപ്രായമില്ല. എന്നിരുന്നാലും ഞങ്ങൾ ഇതിൻ്റെ ഇരകളാണ്. ഞങ്ങൾക്ക് കൂടുതൽ ആശങ്കകളുണ്ടാകും. ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതുവരെ എല്ലാവരും കൂടെ ഉണ്ടാകണം. അകന്നു പോകുന്നു എന്നുള്ള ഒരു ചെറിയ പരിഭവം നേരത്തെ ശരത് ഉന്നയിച്ചതുപോലെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് എത്രയും വേഗം നീതി വേണം. അതിന് ഞങ്ങൾ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ശ്രീജിത്ത്, അതുതന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത്. നിങ്ങളെ കേരളം കൈവിടാൻ പാടില്ല. നിങ്ങളുടെ വേദന കേരളം ഏറ്റെടുക്കേണ്ടതാണ്, സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. മുഖ്യമന്ത്രി ഇതിനോടകം അത് പറഞ്ഞു കഴിഞ്ഞുവെങ്കിലും അതിന് നടപടികൾ ഉണ്ടാകണം. അതിന് ചില ബോധ്യങ്ങൾ കാണുന്നവർക്കും ഇതിലെ ഇരകളായവർക്കും ബോധ്യങ്ങൾ ഉണ്ടാവണം, ബോധ്യപ്പെടുന്ന തരത്തിലാകണം. വളരെയധികം നന്ദി ശ്രീജിത്ത്, ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്. ഡീൻ കുര്യാക്കോസ് കൂടി നമുക്കൊപ്പം ചേരുന്നു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. ഡീൻ, ലോ അക്കാദമി പ്രശ്നത്തിലേക്ക് വരും മുമ്പ് തന്നെ ഇപ്പോൾ ജിഷ്ണു പ്രണോയുടെ മരണത്തിൽ അന്വേഷണത്തിൽ ഒരുപാട് അപാകതകളുണ്ട്, അല്ലെങ്കിൽ അതൃപ്തിയുണ്ട് ആ കുടുംബത്തിന്. ആ കാര്യത്തിൽ അവർ വേണ്ടി വന്നാൽ ഒരു സത്യാഗ്രഹ സമരത്തിലേക്ക് ആ അമ്മയും അച്ഛനും നീങ്ങാൻ പോവുകയാണ്. 13-ാം തീയതി മാർച്ചും ധർണയും നടക്കാനും പോകുന്നു. കോളേജ് ഉടമയുടെ വീട്ടുപടിക്കൽ. ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. പക്ഷേ ആ പ്രശ്നത്തിൽ ആദ്യം കാട്ടിയ ആവേശത്തിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനകൾ അറിഞ്ഞോ അറിയാതെയോ യുവജന സംഘടനകളടക്കം പിന്നോട്ട് പോയി. ഈ കാര്യങ്ങൾ പലരും അറിഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിനടക്കം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുമാവില്ല. പല നേതാക്കളും വന്നു പോയതല്ലാതെ ആരും ഗൗരവമായി ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്ന പഴി കേട്ടേ പറ്റൂ, പൊതുപ്രവർത്തകരായതുകൊണ്ട് ഡീൻ അടക്കമുള്ളവർ. ഡീൻ കുര്യാക്കോസ്, അതായത് ജിഷ്ണു പ്രണോയുടെ അമ്മയുടെ കത്ത് എന്ന് പറയുന്നത് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി, അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ. ശരിയാണ്, അത് തർക്കമില്ലാത്ത വസ്തുതയാണ്. ഞാൻ ചോദിച്ചത് അതൊന്നുമല്ല. അവർക്കൊരു വലിയ പരാതിയുണ്ട്. ആദ്യഘട്ടത്തിൽ ആവേശത്തോടെ നിന്ന നിങ്ങളൊക്കെ പിന്നെ എവിടെ പോയി? ആ പ്രശ്നം ഉന്നയിച്ച് അവർക്കൊപ്പം നിൽക്കുന്നതിൽ വലിയ ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അല്ല, ഞാൻ പറയട്ടെ. അതായത് ജിഷ്ണു പ്രണോയുടെ മരണം ഉണ്ടായതിനു ശേഷം ഗവൺമെന്റ് വാക്കുകൾക്കൊന്നും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. സമീപനത്തിനും വലിയ കുഴപ്പമുണ്ടാകില്ല എന്നായിരുന്നു കരുതിയത്. പക്ഷെ ഈ ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം അവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. 1% പോലും നീതി അവിടെ ലഭിക്കില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് ജിഷ്ണു പ്രണോയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റിനെതിരെയുള്ള കുറ്റപത്രമായി ജിഷ്ണു പ്രണോയുടെ സമ്മതിച്ചു. അത് അവരുടെ ധർമ്മം. നിങ്ങൾ എന്ത് ചെയ്തു? എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. ഡീൻ കുര്യാക്കോസ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ താങ്കൾ. നിങ്ങളുടെ സംഘടന എന്തു ചെയ്തു? ഞാൻ ആദ്യത്തെ കാര്യം ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ അമ്മയുടേതടക്കം പരാതി പരസ്യമായി വന്നതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്തു? ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയവരാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയപ്പോൾ അതിൽ ഒന്നാമതായി ഞങ്ങൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ജിഷ്ണു പ്രണോയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. രണ്ടാമത് മുദ്രാവാക്യമായിരുന്നു ലോ അക്കാദമി പ്രശ്നം പരിഹരിക്കുക, പ്രിൻസിപ്പലിനെ രാജിവെപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഈ നിലയിൽ ജിഷ്ണു പ്രണോയുടെ അമ്മയുടെ കത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവരൊരു തീരുമാനമെടുത്തു. അവർ സമരത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്.
സത്യാഗ്രഹ അവർ സമരത്തിലേക്ക് സമരത്തിലേക്ക് കോളേജ് ഉടമയുടെ വീട്ടുപടിക്കൽ സമരത്തിലേക്ക് വേണ്ടി ഒരാഴ്ചയ്ക്കുള്ളിൽ അനുകൂലമായ അവർക്ക് ബോധ്യപ്പെടുന്ന നിലയിൽ അന്വേഷണം മുന്നോട്ട് പോയില്ല എങ്കിൽ സമരം ചെയ്യും. ഇതാണ് പുതിയ ഘട്ടം. 100% ജിഷ്ണു പ്രണോയിയുടെ കുടുംബത്തെ അവർക്ക് നീതി ലഭ്യമാകുന്നത് വരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനവും കൂടെ ഉണ്ടാകുമെന്ന് ഈ അവസരം ഈ ചർച്ചയിൽ തന്നെ ഞാൻ വ്യക്തമാക്കുകയാണ്. KPCC പ്രസിഡന്റും അക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് നീതി ലഭിക്കുന്നത് വരെ അതിശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മടങ്ങി വരാം. വളരെ വേഗത്തിൽ ലോ അക്കാദമി പ്രശ്നങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം എന്ന് വിചാരിച്ചാൽ, മഹേഷ് കക്കത്ത്, നിങ്ങൾ സമരത്തിൽ തുടരുകയാണല്ലോ. നാളെ ഏതായാലും ലോ അക്കാദമി തുറക്കും എന്ന വലിയ പ്രതീതി ഉണ്ടായിരുന്നു, അത് സംഭവിക്കുന്നില്ല. ഈ പ്രശ്നം യഥാർത്ഥത്തിൽ പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. SFI ഇതിനോടകം ഒത്തുതീർപ്പ് നിലയിലെത്തിക്കഴിഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വലിയ ഒളിയമ്പുണ്ട്, അത് CPIക്ക് കൂടി ബാധകമാണ്, നിങ്ങൾക്കും ബാധകമാണ്. BJPക്കൊപ്പം നിന്ന് സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കാം എന്ന് ആരും കരുതരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ നീക്കങ്ങളാകെ ആ വഴിക്കായി മാറുന്നുണ്ടോ രാഷ്ട്രീയമായി? ഇല്ല, അവിടെ നടക്കുന്ന സമരം വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരമാണ്. പ്രിൻസിപ്പാളിനെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരമാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തിൽ ആ മുദ്രാവാക്യം വളരെ ശരിയാണ്. അവരുന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം ന്യായമാണെന്ന് കണ്ടിട്ടാണ് ആ സമരത്തെ പിന്തുണക്കുന്നതിന് വേണ്ടി AIVF രംഗത്ത് വന്ന് സജീവമായി ഈ വിഷയത്തിനകത്ത് നിലപാട് പ്രഖ്യാപിക്കുകയും ഈ വന്നിരിക്കുന്ന ആരോപണങ്ങളും പ്രശ്നങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് സർക്കാർ നൽകിയ ഭൂമിക്കകത്ത് ആരംഭിച്ചിട്ടുള്ള ഒരു പൊതു ട്രസ്റ്റിന് കീഴിൽ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനം ലോ അക്കാഡമി സർക്കാർ ഏറ്റെടുക്കണമെന്ന ഒരു മുദ്രാവാക്യത്തിലേക്ക് ഞങ്ങൾ പന്നിന്റെ വീന്ദ്രൻ പറഞ്ഞതുപോലെ ഈ പ്രശ്നം ഈ രൂപത്തിൽ ഇപ്പോഴത്തെ നിലയിൽ വഷളാക്കിയതിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെയും SFIയുടെയും കുറ്റകരമായ സമീപനത്തെ വിമർശിക്കുന്നയാളാണോ താങ്കളും? സ്വാഭാവികം. ആദ്യഘട്ടത്തിൽ മാനേജ്മെൻറ്റ് ഈ സമരത്തെ കണ്ടില്ലെന്നടിക്കുന്ന സമീപനം എടുത്തു. രണ്ടാം ഘട്ടത്തിൽ സർവകലാശാല അവർക്കെല്ലാം ബോധ്യമായിട്ടും അവർ നിസ്സഹായരാണ്. ഇത്രയും ക്രൂരമായ വിനോദങ്ങളെല്ലാം അവിടെ മാനേജ്മെൻറ്റ് ഭാഗത്ത് നടന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രഖ്യാപനം സർവകലാശാലയുടെ ഭാഗത്ത് ഉണ്ടാവുന്നു. അവസാനം വിദ്യാർത്ഥി സമരത്തിൻ്റെ കൂടിയുണ്ടായിരുന്ന SFI അവർക്ക് തൃപ്തികരമായ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് അവർ പിന്മാറുന്നു. ഏറ്റവും ഒടുവിൽ നീതി ലഭ്യമാക്കേണ്ട ഇതിനകത്ത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ആദ്യഘട്ട ചർച്ചയിൽ തന്നെ ബോധ്യം വന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആ മന്ത്രി പോലും അവസാനം ഇന്നലെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇന്നലെ നടന്ന ചർച്ചക്കകത്തും പറഞ്ഞത് മാനേജ്മെൻറ്റും SFIയും തമ്മിലുണ്ടാക്കി എന്ന് പറയുന്ന ഒരു കരാർ അത് നിങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രിയും വർത്തമാനം പറയുന്ന നിലയിലേക്ക് പോയി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതെ ഒരു സർക്കാരിന് വേണ്ടി ഈ വിദ്യാർത്ഥികളുടെ മുന്നിൽ പുതിയ നിർദ്ദേശങ്ങൾ വെക്കാൻ മാനേജ്മെൻറ്റിനോട് ഈ വന്നിരിക്കുന്ന പരാതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വളരെ ന്യായമായ നടപടികൾ സ്വീകരിക്കാൻ, പ്രിൻസിപ്പാളിനെ അവിടെ നിന്ന് പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള രാജി അല്ലെങ്കിൽ പുറത്താക്കൽ ഇതെല്ലാം ചെയ്യാൻ ബാധ്യതയുള്ള ഒരു ഗവൺമെൻറ്, അതിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അക്കാര്യത്തിൽ ആ നിലയിൽ ഇടപെട്ടില്ല. മാത്രമല്ല വീഴ്ച വരുത്തി ഒരു തരത്തിൽ മാനേജ്മെൻറ്റ് സഹായിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്ന വിമർശനം തന്നെയാണ് AIVF. ജേക്ക്, SFIയെ സംബന്ധിച്ച് SFI ആ ഒത്തുതീർപ്പിലെത്തി, നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു സമരത്തിൽ നിന്ന് പിൻവാങ്ങി നാളെ കോളേജ് തുറന്നാൽ പഠിക്കുന്നതിന് തയ്യാറെടുക്കുന്ന നിലയിലായിരുന്നു SFIയുടെ സമീപനം. പക്ഷേ നാളെ കോളേജ് തുറക്കുന്നില്ല, അനിശ്ചിതകാലത്തേക്ക് മാനേജ്മെൻറ്റ് അടച്ചു. ഇതിനർത്ഥം കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയുമായി ഒരു മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കേന്ദ്രം ഒരു ധാരണയിലെത്തിയാലോ ഒത്തുതീർപ്പിലെത്തിയാലോ കൊണ്ട് മാത്രം ഒരു കോളേജിന് തുറന്നു പ്രവർത്തിക്കാനാകില്ല എന്ന ഒരു ബോധ്യം നിങ്ങളുടെ ആസൂത്രണ പിഴവ് കൊണ്ട് സംഭവിച്ചോ ലോ അക്കാദമിയിൽ? നാളെ SFI ഇല്ലെങ്കിലും കോളേജ് തുറക്കാനാവില്ല എന്ന മാനേജ്മെൻറ്റ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയല്ലേ, SFI കൂടെ ഉണ്ടെങ്കിലും? ഇതിൽ ലോ അക്കാഡമി സമരത്തിൽ ഞാൻ ഇന്നലെ എന്റെ വ്യക്തിപരമായ പേജിൽ കുറിപ്പ് എഴുതിയിരിക്കുന്നു. പിതൃരഹിത വാർത്തകളുടെ നിത്യോപാസകർ നിങ്ങൾ ചെയ്യുന്നത് മാപ്രയിക്കാത്ത കുറ്റമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇനിയെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനോളജികൾ എന്ന് വെച്ചാൽ ഒത്തുതീർപ്പിലെത്തി, സമരത്തിൽ നിന്ന് പിൻവാങ്ങി, ഇതൊക്കെ ആരെ സംബന്ധിച്ചാണെങ്കിലും ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പൊതുബോധം, ജനറൽ കോൺഷ്യസ്നസ് എന്താണ്? ഇത് വളരെ ആസൂത്രിതമായി ആരോ ഒരാളുമായി രഹസ്യമായി കരാറിൽ ഏർപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും വഞ്ചിച്ചിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തി. എന്താണ് നമ്മൾ രാജി, മാറ്റി നിർത്തൽ, ഒഴിവാക്കൽ ഇത്യാദി കുറച്ച് പദങ്ങൾക്ക് ചുറ്റി നിന്നുകൊണ്ട് ഈ ചർച്ച വെറുതെ വഴിമുട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ്. ശ്രീ മഹേഷ് കക്കത്ത് എന്ന് പറയുന്ന AIVFന്റെ നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നു, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു SFI മാനേജ്മെന്റും തമ്മിലുണ്ടാക്കിയ ധാരണ നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വെല്ലുവിളിക്കാം, ഞാനിപ്പോൾ ശ്രീ ശരത്തിന്റെ മൊബൈൽ ഫോൺ നമ്പറിലേക്ക് ആ ചർച്ചയുടെ മുഴുവൻ വോയിസ് ക്ലിപ്പും ഞാൻ അയച്ചു തരാം. ആ മുഴുവൻ വോയിസ് ക്ലിപ്പും News 18 ചാനൽ നിന്ന് കേൾപ്പിക്കണം. ഇത്തരത്തിലൊരു നിർദ്ദേശം, ഇത്തരത്തിലൊരു ശബ്ദം അവിടെ നിന്ന് ആ ചർച്ചയിൽ ഒരു വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യാൻ തയ്യാറാകും? ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പങ്കെടുത്ത ചർച്ചയിൽ അവിടെ നിന്ന് പങ്കെടുത്ത ഒരു പെൺകുട്ടി പറഞ്ഞത് നിങ്ങൾ മാനേജ്മെന്റുമായി ഒത്തുപോകണം എന്നാണ് ഏറ്റവും അധികം മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന നിലയിലാണ് ആ കുട്ടി പറഞ്ഞത്.
വസ്തുതാവിരുദ്ധമാണ് ശ്രീശരത്, വസ്തുതാവിരുദ്ധം. ഞാൻ 2 മണിക്കൂർ ചർച്ച നീണ്ടു നിന്നു. ആ സ്വാത്വികനായ മനുഷ്യൻ, പ്രൊഫസറായിരുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിന് നേരെ മാനേജ്മെന്റിന്റെ വീട്ടിൽ പാത്രം തുളയ്ക്കാൻ പോകുന്ന ആളെന്ന് വരെ വിളിച്ചു പറഞ്ഞു ആ വിദ്യാർത്ഥി സംഘടനകളുടെ പല ആളുകൾ. ഞാൻ ഇപ്പൊ അവർ സംഘടനയുടെ പേരൊന്നും പറയുന്നില്ല. ഇവിടെ ആ സംഘടനയുടെ പേരൊക്കെ പറഞ്ഞാൽ ഇവിടെ പ്രഖ്യാപിതമായ പല ഐക്യങ്ങളും തകർന്നു പോകും. ഞാൻ അതുകൊണ്ടൊന്നും പറയുന്നില്ല. എന്തിനാണ് നിങ്ങൾ ഈ ദയ കാട്ടുന്നത്? നിങ്ങൾ SFIയും വിദ്യാഭ്യാസ മന്ത്രിയുമാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത് എന്ന് ആവർത്തിച്ച് വളരെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു പന്ന്യൻ രവീന്ദ്രൻ. അത് ശരിയാണ് 100 വട്ടം എന്ന് മഹേഷ് കക്കത്ത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ആ ചർച്ചയെ തുരങ്കം വെച്ചത് ASF ആണോ? ഇവരൊക്കെ വിളിച്ചു ജയിക്ക് തുറന്നു പറയൂ. അവിടെ ഈ ചർച്ച അലങ്കോലപ്പെടുത്തിയതിന്റെ ഒരു ഉത്തരവാദിത്വം ASF ഏറ്റെടുക്കണം എന്നാണോ പറയുന്നത്? ഒരു സംശയം വേണ്ട ശ്രീശരത്. പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടേ പോകും. അത് ഞാൻ രാഷ്ട്രീയം പഠിച്ചത് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും പഠിച്ച ക്ലാസ്സിൽ നിന്നല്ല. ഞാൻ രാഷ്ട്രീയം പഠിച്ച SFIയുടെ പഠന മുറികളിൽ നിന്നാണ്. അതുകൊണ്ട് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട് തന്നെ പോകും. അത് മറ്റാരുടെയും ശുപാർശയും മറ്റാരുടെയും വോയിസ് ഓവർ കേട്ടിട്ട് വേണ്ട എനിക്കത് പറയാൻ. ഇവിടെ അർത്ഥശങ്കകൾക്കിടയില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ കഥയറിയാതെ ആട്ടം കാണുകയാണ്. എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ഇന്നലത്തെ ചർച്ച സാധ്യമായത് എന്നത് ഏറ്റവും ചുരുക്കിയത് AYFന്റെ നേതാവിന് അറിയില്ല എങ്കിൽ MN സ്മാരകത്തിൽ പോയിരിക്കുന്ന നിങ്ങളുടെ തലമുതിർന്ന ആളുകളോട് ചോദിക്കണം. അവർ പറഞ്ഞു തരും എങ്ങനെയാണ്. ഏതാണ്ട് 6ലധികം പരിപാടികൾ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ആ പരിപാടി മുഴുവൻ റദ്ദ് ചെയ്തിട്ട് 3 മണി മുതൽ 5:30 വരെ വിദ്യാർത്ഥികൾ പരാതി കേൾക്കാൻ അവിടെ വന്നിരുന്നത്. തീർത്തിട്ട് മഹേഷിലേക്ക് തന്നെ വരാം. അങ്ങനെയാണ് ചർച്ച നടന്നത്. എന്നിട്ട് ASF അവിടെ എന്താണ് ചെയ്തത്? ഈ ചർച്ചയുടെ സാർത്ഥകമായ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ വരണമല്ലോ. അവിടെ ഉയർന്നു വന്ന ആ പുതിയ പ്രിൻസിപ്പലിനെ അപ്പോയിന്റ് ചെയ്യാം എന്ന് വിദ്യാഭ്യാസ മന്ത്രി വളരെ സീരിയസ് ആയി മാനേജ്മെന്റുകളോട് ഒരു ഉത്തരവിറക്കും പോലെ, ജിയോ ഇറക്കും പോലെ ആജ്ഞാപിക്കുക ചെയ്തത്. അന്നേരം അത് സമ്മതിച്ചുകൊണ്ടാണ് അവിടുത്തെ മാനേജ്മെന്റ് പിൻവാങ്ങുന്നത്. ഇതിൽ പരം എങ്ങനെയാണ് ഒരു ചർച്ചയിൽ ഒരു തീരുമാനത്തിൽ ഇതിൽ പരം എങ്ങനെയാണ് ഒരു തീരുമാനം സാധ്യമാക്കി? അപ്പോഴും കാര്യത്തിലേക്ക് വന്നില്ല. അങ്ങനെ മന്ത്രി ഒരു നിലപാടെടുത്തപ്പോൾ ASF അതിന് സമ്മതിക്കാത്ത വിധം ഒരു നിലപാട് പരസ്യമായി സ്വീകരിച്ചു മന്ത്രിയടക്കം തേജോവധം ചെയ്തു എന്നാണോ? ശ്രീശരത്, ഞാൻ വെല്ലുവിളിച്ച് പറയാൻ ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അവിടെ ABVP, KSU ഇത്യാദി സംഘടനകൾ അവിടെയുള്ള സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ മാസ് ഓണർഷിപ്പ് നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ കൂടുതൽ ഒത്തുവെച്ചാൽ ആ കുട്ടികൾ ഞങ്ങളുടെ കൂടെ വരും എന്ന ചെപ്പടി വിദ്യയുടെ ഭാഗമായി ASFും ABVPയോടും KSUവിനെയും തോൽപ്പിക്കുന്ന രീതിയിൽ ഒറ്റ വെച്ച് കലവില കൂട്ടി. ഇടപെടുകയാണ് മഹേഷ്. ഇത് തന്നെയാണ് പിണറായി വിജയനും പറഞ്ഞത്. BJPക്കൊപ്പം ചേർന്ന് സർക്കാരിനെ കുഴപ്പിച്ചു കളയാം എന്നാരും ധരിക്കേണ്ട. അതാണ് ജയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത്. വളരെ ആസൂത്രിതമായി ASF അടക്കം വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ചയെ അലങ്കോലപ്പെടുത്തുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ പന്ന്യൻ രവീന്ദ്രനെ പോലെയുള്ള നേതാക്കൾ 10 മിനിറ്റ് നേരമെങ്കിലും ക്ഷമ കാണിക്കൂ എന്ന മട്ടിലൊക്കെ പറയുന്നു. സത്യം അതല്ലെന്ന് നമ്മൾക്കും അറിയാം. 2 മണിക്കൂർ നടന്ന ചർച്ച, 2 മണിക്കൂർ ചർച്ചയുടെ അവസാനമാണ് മന്ത്രി ഈ ബഹളങ്ങൾക്ക് നടുവിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണമല്ലോ. അങ്ങനെ കൺക്ലൂഡ് ചെയ്ത് മന്ത്രി ഇറങ്ങിപ്പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണോ പന്ന്യനെ പോലൊരു നേതാവ് ഇങ്ങനെ മൊത്തം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന നിലയിൽ പറയുന്നത്, മുന്നണിക്കകത്ത് വലിയ വൈരുദ്ധ്യങ്ങളും ഭിന്നതയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത്? ഒരു സമരത്തെ ഒറ്റക്കൊടുത്ത് ഇതിനെ വഴിക്ക് വെച്ച് ഇറങ്ങിപ്പോയ ആളുകൾക്ക് അതിൻ്റെ എല്ലാം പഴി ഇപ്പോൾ ഈ സമരരംഗത്ത് ഉറച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ എത്ര ലളിതമായിട്ടാണ് 26 ദിവസം ഈ സമരം പിന്നിടുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി 6 പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് വളരെ ഔദാര്യപൂർവ്വം ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നതിന് വേണ്ടി സമയം കണ്ടെത്തി ചർച്ചയ്ക്ക് വന്നു എന്നെല്ലാം പറയുമ്പോൾ ഇവരേത് ലോകത്താണ് നടക്കുന്നത്? എത്രയോ വിദ്യാർത്ഥി സമരങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ സമരങ്ങളോടെല്ലാം എങ്ങനെയായിരുന്നു SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്? ഇവർ ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സ്വാശ്രയ കോളേജിലും നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പീഡനത്തിന് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തുന്ന ഒരു വലിയ സമരമുന്നേറ്റം ഈ അക്കാഡമിക്കകത്ത് വളർന്നു വന്നിട്ട് അത് വിദ്യാർത്ഥി ഐക്യത്തിൻ്റെ പുറത്ത് ആളുകൾക്ക് വേണമെങ്കിൽ ആരോപണം ഉന്നയിക്കാം. ABVP എല്ലാ സംഘടനകളും സമരത്തിലാണ്, അത് ഐക്യമാണ്, അത് നാളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്താം. അത് പറയുന്ന ആളുകൾക്ക്, കഥയറിയാതെ ആട്ടം കാണുന്ന ആളുകൾക്ക് അതെല്ലാം പറയാം. പക്ഷെ സ്വാഭാവികമായും ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ട എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ നീതിയാണ്. ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന രാജിക്ക് വേണ്ടി. അതാണ് SFI ഒരു ഘട്ടത്തിൽ രാജി ആവശ്യപ്പെടുകയും പിന്നീട് രാജി എന്ന് പറയുന്നത് അപ്രായോഗികമാണ്, അത് വിളിക്കാൻ പറ്റാത്ത മുദ്രാവാക്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമരരംഗത്തു നിന്ന് മാനേജ്മെന്റുമായി ഒത്തുതീർപ്പുണ്ടാക്കി ഒഴിഞ്ഞു പോവുകയും ചെയ്തതിനു ശേഷം അതിന്റെ പടിയെല്ലാം മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ തലയിൽ വാദമാണല്ലോ. നിങ്ങളെ സംബന്ധിച്ച് ഇന്നലത്തെ ചർച്ച ഇന്നലെ വളരെ ഗൗരവമായി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളും ചർച്ച ചെയ്തതാണ്. പക്ഷേ ഉയർന്നു വന്നതുകൊണ്ട് നാളെ ഏതായാലും കോളേജ് തുറക്കുന്നില്ല, തുറക്കും, കുട്ടികൾ പഠിക്കും, സമരം പൊളിയും എന്നൊരു വലിയ പ്രചാരണവും വലിയ ഒരു പ്രതീതിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സംഭവിച്ചത് എന്താണ്? കോളേജ് മാനേജ്മെൻറ്റ് അനിശ്ചിതകാലത്തേക്ക് അടച്ചതിന് പിന്നിൽ വേറെന്തെങ്കിലും പുതിയ തരം നീക്കങ്ങൾ അതിനകത്തുണ്ടോ? 1. 2, ഇന്നലത്തെ ചർച്ചയിലടക്കം കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി കൈവിട്ടു പോയത് എങ്ങനെയാണ്?
ഒന്നാമത് ഞങ്ങളും ഒരു ആകുലതയിലാണ്. കാരണം മാനേജ്മെന്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊന്ന് പറഞ്ഞത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. എങ്കിൽ പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങൾ അവിടെ പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥിനിയോ തടയാനോ ഒന്നിനും ഉദ്ദേശിച്ചിരുന്നില്ല. പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുന്നു. ഞങ്ങൾ വിദ്യാർത്ഥികൾ, സമരം ചെയ്യുന്ന വിദ്യാർത്ഥി ഐക്യത്തിന്റെയും ഹോസ്റ്റലേഴ്സിന്റെയും വിദ്യാർത്ഥികൾ ഒരിക്കലും ഒരു സംഘർഷാവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്യില്ല. കാരണം ഞങ്ങളുടെ സമരം സഹന സമരമാണ്, നിരാഹാരത്തിലൂടെയുള്ള സമരമാണ്. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം അവിടെ ഉയർന്നു വരുന്നതേ ഇല്ല. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് കോളേജ് അടച്ചിട്ടത് എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാനാവുന്നില്ല. ഇത് SFI പോലുള്ളൊരു സംഘടന ഈ കുറച്ച് ദിവസങ്ങളായി അവർ ഉറക്കെ പറയുന്നു, തിങ്കളാഴ്ച ക്ലാസ് തുറക്കുമ്പോൾ ക്ലാസ്സിൽ ഞങ്ങൾ വന്നിരിക്കും, ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് കുട്ടികളെയും കൊണ്ടിരുത്തും. അതിനുള്ള കുറച്ച് ശ്രമങ്ങൾ അവരും മാനേജ്മെന്റും കൂടെ നടത്തിയിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതിന്റെ ഭാഗമായി എന്നാൽ ക്ലാസ് അടച്ചിടുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിനെ ഒതുക്കി തീർക്കാം എന്നുള്ള നിലയിൽ കൈക്കൊണ്ട ഒരു തീരുമാനമായിരിക്കാം ഇത് എന്ന് കരുതുന്നു. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല. എങ്കിലും ഞാൻ കേട്ടത് വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി പുതിയൊരു പ്രിൻസിപ്പലിനെ നിയമിക്കാം എന്ന് പറഞ്ഞപ്പോൾ പഴയ പ്രിൻസിപ്പലിനെ എന്തടിസ്ഥാനത്തിലാണ് പുറത്താക്കിയതെന്നും അതിനുള്ള കൃത്യമായ കാരണങ്ങൾ കാണിച്ചാലല്ലേ ഒരു പ്രിൻസിപ്പൽ പുറത്താക്കിയാൽ ആ വ്യക്തിക്ക് തിരിച്ച് ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ കാരണങ്ങൾ വ്യക്തമാക്കാൻ മാനേജ്മെന്റിനോട് വിദ്യാർത്ഥി പ്രതിനിധികൾ ആവശ്യപ്പെട്ടപ്പോൾ അത് വ്യക്തമാക്കാതിരുന്നപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയോടും അത് ആവശ്യപ്പെട്ടപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അപ്പോഴാണ് എഴുന്നേറ്റ് പോയത്. ആ ഒരു കാരണം കാണിക്കാതെ, അതായത് മന്ത്രിയെ ആ നിലയിൽ ഫോഴ്സ് ചെയ്യുന്ന ഒരു ഘട്ടം വന്നപ്പോൾ മന്ത്രി ഇറങ്ങിപ്പോയി അങ്ങനെയാണ് ഞാൻ കേട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഒരു മാം എന്ന് പറയുന്ന വ്യക്തി ഒരു ലീഗൽ റൈറ്റ് ഉള്ള വ്യക്തിയാണ്. അപ്പം മാമിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് പുറത്തുവിട്ടാൽ മാമിൽ നാച്ചുറൽ ജസ്റ്റിസ് പ്രകാരം എന്റെ ഭാഗത്ത് തെറ്റില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നു എന്നൊരു സാഹചര്യം വന്നാൽ 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത അക്കാദമിക് ഇയറിൽ മാം തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും ഞങ്ങൾ? മൻസൂർ, സമരം കൂടുതൽ ശക്തമാകാൻ തന്നെയാണോ സാധ്യത? നിങ്ങളുടെ ഒരു പൊതു ആലോചന എങ്ങനെയാണ്? നാളെ മുതൽ ഞങ്ങൾ ശക്തമാക്കുന്നത് തന്നെയാണ് തീരുമാനം. എന്താ വെച്ചാൽ ഞങ്ങളെ ആവശ്യം ഇതുവരെ നിറവേറ്റിയില്ല. ഒരു സംഘടന ആവശ്യം നിറവേറി എന്ന് പറഞ്ഞു പിരിഞ്ഞു പോയി. പക്ഷേ അതല്ല, ഞങ്ങളാണ് ആദ്യം സമരം തുടങ്ങി. ഞങ്ങൾ വിദ്യാർത്ഥിക്കും ഹോസ്റ്റലേഴ്സും പെൺകുട്ടികളും എല്ലാ വിദ്യാർത്ഥി സംഘടനകളുള്ള എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം തുടങ്ങിയത്. അതുകൊണ്ട് സമരം ശക്തമായി തന്നെ പ്രിൻസിപ്പൽ രാജിവെക്കുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ പുറത്താക്കണം. ഇവിടെ മാനേജ്മെൻറ്റ് ആരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്? ഒരു പ്രിൻസിപ്പലിനാണോ 1000-ഓളം വരുന്ന വിദ്യാർത്ഥികളെയാണോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾ പ്രിൻസിപ്പാൾ പുറത്താകുന്നവരെ ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതിൽ യാതൊരു തർക്കവുമില്ല എന്ന് ഞങ്ങൾ. ഏതായാലും ഉപാധികളില്ലാതെ പ്രിൻസിപ്പൽ സ്ഥാനം ലക്ഷ്മി നായർ ഒഴിയണം എന്ന നിലയിൽ തന്നെയാണ് ഈ സമരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഡീൻ, അതിൻ്റെ മറ്റൊരു വശം, ഇപ്പോൾ ഭൂമി ഉപയോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ കരുണാകരൻ പതിച്ചു നൽകിയ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്. വളരെ പരിഹാസ രൂപേണ ഇന്ന് പിണറായി വിജയൻ പറഞ്ഞു. ആത്മാവിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ. അദ്ദേഹം മരിച്ച് മുകളിൽ നിൽക്കുമ്പോൾ പോലും ഒരു തരത്തിലും എന്താ പറയുക, ഒരു തരത്തിലും ഒരു സ്വസ്ഥത കൊടുക്കാതെയാണ് മകൻ എന്ന നിലയിൽ മുരളീധരൻ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിണറായി വിജയൻ അതേക്കുറിച്ച് പറഞ്ഞത്. റവന്യൂ വകുപ്പിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ഈ ഭൂവിനിയോഗത്തിൽ വലിയ പിശകുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കൂടി വരുന്നൊരു സാഹചര്യത്തിൽ ഡീൻ കുര്യാക്കോസ്, ഈ സമരം ഇങ്ങനെ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മുഖ്യമന്ത്രി എടുത്ത നിലപാടുകൾ പരസ്യമായി മറ്റൊരു തരത്തിൽ നിൽക്കുകയും ചെയ്തു. സർക്കാർ കൂടുതൽ വഴങ്ങേണ്ടി വരുമോ? ഡീൻ കുര്യാക്കോസ് കരുതുന്നത് എന്താണ്? ഡീൻ, ജയ്ക്ക്, ഇക്കാര്യത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ പഴിക്കാൻ എല്ലാവർക്കും അവരുടേതായ കാരണങ്ങളുണ്ടാകാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ MN പതിച്ചു കൊടുത്ത ഭൂമിയാണതെന്ന് പറയുമ്പോൾ പോലും ഒരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി തടി കഴിച്ചിലാക്കുകയാണ് റവന്യൂ മന്ത്രി. ഒരു തരത്തിലും അങ്ങനെ ആക്ഷേപിക്കാൻ, വിദ്യാഭ്യാസ മന്ത്രി ആക്ഷേപിച്ചതുപോലെ ആക്ഷേപത്തിന് വഴിയൊരുക്കാതെ റവന്യൂ മന്ത്രി പ്രവർത്തിച്ചല്ലോ. ആ റിപ്പോർട്ട് ഭൂവിനിയോഗത്തിൽ ക്രമക്കേടുകളുണ്ട് എന്ന നിലയ്ക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIക്ക് അവിടുത്തെ ഇൻറ്റേർണൽ അസസ്മെൻറ്റും അല്ലെങ്കിൽ മറ്റാക്ഷേപങ്ങളും മാത്രമല്ല, ആ ഭൂമി ദുരുപയോഗമുണ്ടെങ്കിൽ അതിലും ഒരു അഭിപ്രായം പറയേണ്ട സംഘടനയാണ് SFI. അതിൽ അഭിപ്രായം പറയാതെ, അതിൽ കാര്യങ്ങൾ അറിയാതെ സമരം പിൻവലിച്ച് പോയത് ഒരു രാഷ്ട്രീയമായ സംഘടനാപരമായ പിശകായി ഭാവി വിലയിരുത്തപ്പെടില്ലേ ജയ്ക്ക്? നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ആ ആക്ഷേപങ്ങളെ മുഴുവൻ ക്ലാരിഫൈ ചെയ്ത് പറയാൻ വേണ്ടി എനിക്ക് അവസരം നൽകിയില്ല. പിന്നെയും നിങ്ങൾ ആദ്യം ഉന്നയിച്ച അതേ ആക്ഷേപത്തിൽ സമരം പിൻവലിച്ച് പോയത് രാഷ്ട്രീയപരമായി തെറ്റായിരുന്നില്ല എന്ന ചോദ്യം വീണ്ടും ചോദിക്കുക. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. വീണ്ടും ഈ കുട്ടികളുടെ രാജി 6 മാസത്തിന് ശേഷം ഇവർ വരില്ലേ? ഇതാണ് ഏറ്റവും കോൺക്രീറ്റ് ആയിട്ടുള്ള നക്ഷൽ ആയിട്ടുള്ള 2 ആശങ്കകൾ. ഇതാണ് ഈ രാജി എന്ന് പറയുന്നതിന്റെ സ്വഭാവം എന്താണ്? നാളെ ന്യൂസ് 18 ചാനലിലെ ഒരു എഡിറ്റർ രാജിവെച്ച് പോയി.
അദ്ദേഹത്തിന് 2 മാസം കഴിഞ്ഞ് വരുമ്പോൾ ഇതറിയാതെയായിരുന്നു എസ് എഫ് ഐ രാജി ആവശ്യം ഉന്നയിച്ച് സമരം നടത്തിയത്. രാജിയല്ലാതെ മറ്റ് വഴികളില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രിയായി നടത്തിയ ആദ്യത്തെ ചർച്ച, മാനേജ്മെന്റുമായി അവിടുത്തെ യൂണിറ്റ് നടത്തിയ ആദ്യത്തെ ചർച്ച, അപ്പോഴെല്ലാം ബോധം ഉണ്ടായിട്ടില്ലേ? ആളുകളെ വിഡ്ഢികളാക്കരുത്. ഞാൻ കരുതുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട ഇപ്പൊ ഇടപെട്ട ആരായാലും നിങ്ങൾ സമരത്തിൽ നിന്ന് പോയതിനു ശേഷം രാജി എന്തോ വളരെ മോശപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾ സമരരംഗത്തുള്ള സമയത്ത് ഇവർ ഇങ്ങനെ ഇടപെട്ടാൽ ഞാൻ വർത്തമാനം പറയില്ല. ഞാൻ പഠിച്ച് ഇവരെ പറഞ്ഞതിന് മറുപടി പറയുന്നു. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ശബ്ദിക്കാതിരുന്ന എന്റെ വായിൽ നാക്കില്ലാഞ്ഞിരുന്നിട്ടോ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോടും എനിക്ക് യോജിപ്പാണ് ഉള്ളതെന്നോ വെച്ചിട്ടല്ല, എനിക്ക് വിയോജിക്കാനുള്ള അവകാശം നിങ്ങൾ എനിക്ക് തരും എന്ന ജനാധിപത്യപരമായ പ്രക്രിയയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ചർച്ചയിൽ സംസാരിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്കും ഒരു ഘട്ടത്തിൽ രാജിയായിരുന്നു നിങ്ങളുടെയും ആവശ്യം, അന്ന് മനസ്സിലാക്കിയിരുന്നില്ലല്ലോ. ഒരു സംശയം വേണ്ട, പൂർണ്ണമായി ആ പ്രിൻസിപ്പൽ ആ സ്ഥാനത്ത് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരാൾ രാജിവെച്ച് പോയാൽ അതേ ആളെ തന്നെ തിരികെ ആ സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കാനുള്ള എല്ലാവിധ റൈറ്റും നമ്മുടെ നാട്ടിലെ മാനേജ്മെന്റുകൾക്കുണ്ട്. അത് ഏത് സ്ഥാപനത്തിൽ നിന്നായാലും. അതേപോലെ തന്നെ പൂർണ്ണമായും ഇവിടെ നിന്ന് ഒരു പ്രിൻസിപ്പൽ ഒഴിവാക്കപ്പെടുക അല്ലെങ്കിൽ മാറ്റപ്പെടുക ചെയ്യുകയാണ്. അതിന്റെ വിശദാംശത്തിലേക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ജയ്ക്ക് ഇത്രയേ ഉള്ളൂ. തെറ്റ് കണ്ടെത്തിയിട്ടാണല്ലോ മാറ്റി നിർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനൊരു ഉപാധി വെക്കുന്നത് എന്തിനാണ് 5 വർഷത്തേക്ക്? അതിന്റെ വിശദാംശത്തിലേക്ക് നമുക്ക് പോകണ്ട, സമയമില്ല. ഈ റവന്യൂ റിപ്പോർട്ട് പോലും ഭൂമി ക്രമക്കേട് കണ്ടെത്തുകയാണെങ്കിൽ അതിലൊരു നിലപാടും സമരത്തിന്റെ ഭാഗമായും അത് ഏറ്റെടുക്കാതിരുന്ന SFI ചരിത്രപരമായ ഒരു പിശക് വരുത്തി എന്ന് പിൽക്കാലത്ത് പരിശോധിക്കപ്പെടേണ്ടി വരില്ലേ? നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് SFIയുടെ പിശകിനെ സംബന്ധിച്ച് നല്ല തർക്കമുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ ശുഭപ്രതീക്ഷയാണ്. നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള SFIയിലായോണ്ടാണല്ലോ നിങ്ങൾ വിമർശനം ഉന്നയിക്കുന്നത്. ഭൂമിയുടെ വിഷയത്തിലൊക്കെ ഞങ്ങൾ നല്ല നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. വിദ്യാർത്ഥി സമരത്തിന്റെ ഒരു ഘട്ടത്തിലും ഭൂമിയുടെ വിഷയം ഉയർന്നു വന്നില്ല. ഇതിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഏത് ഘട്ടത്തിലും ആയിക്കോട്ടെ എന്റെ ജയിക്ക്, ഏത് ഘട്ടത്തിൽ വന്നാലും അത് പ്രധാനമാണെങ്കിൽ ഒരു പരിഗണന കൊടുക്കണ്ടേ? അതിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ എനിക്കും പറയാൻ നിങ്ങൾ അവകാശം നൽകണം. അല്ലെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ അർത്ഥമില്ല. ആ ഭൂമിയുടെ വിഷയത്തിൽ പോലും ജെനുവിനിറ്റി ഉണ്ട്, അന്വേഷണം നടക്കുന്നില്ല. അല്ലെങ്കിൽ 100% ആ ഭൂമിയുടെ വിഷയത്തിൽ സർക്കാർ എഡ്യൂക്കേഷൻ പർപ്പസ് അല്ലെങ്കിൽ ഫോർ ചാരിറ്റി പർപ്പസിന് കൊടുത്ത ഭൂമി തെറ്റായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാൻ വേണ്ടി സമരം അനിവാര്യമാണെങ്കിൽ ആ സമരത്തിന് ഒന്നാം നിലയിൽ സർക്കാർ ഏറ്റെടുക്കണമോ? പിഴവ് കണ്ടെത്തി എന്ന വിവരം റവന്യൂ വകുപ്പ് കണ്ടെത്തിയാൽ ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കണമോ? ജയ്ക്ക് ഒറ്റ വാചകത്തിൽ സർക്കാർ ഉചിതമായ നടപടി ആ റിപ്പോർട്ടിന്മേൽ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എന്റെ ചോദ്യം. ആ റിപ്പോർട്ടിന്മേലല്ല, അങ്ങനെ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കണമോ? കോളേജ് ഏറ്റെടുക്കണമോ? സർക്കാർ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഭൂതകാലത്തിൽ എന്താണോ ഇത്തരം കേസുകളും സർക്കാർ അനുവർത്തിച്ചിട്ടുള്ളത് അതേ രീതി തന്നെ ഈ കേസിൽ നടപ്പിൽ. എന്തിനാണ് ജയ്ക്ക് ക്ലോസ് വെച്ച് സംസാരിക്കുന്നത്? ജയ്ക്കിന് നന്നായി അറിയാവുന്നതാണെങ്കിൽ തുറന്നു പറഞ്ഞുകൂടെ? നിങ്ങൾ സൂചിപ്പിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി ഞാൻ പറയണം, നിങ്ങൾ വാക്ക് പിടിക്കാൻ. മുൻകാലങ്ങളിൽ നടന്ന പോലെ എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഭൂതകാലത്തിൽ എന്തായിരുന്നു ഇത്തരം ഭൂമികൾ അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് എപ്രകാരമായിരുന്നോ അതേ നടപടി തന്നെ ഇക്കാര്യത്തിലും സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. റൈറ്റ്. ഏതായാലും ഞാൻ തർക്കിക്കാൻ ഇനി കൂടുതൽ സമയം നമ്മുടെ മുമ്പിലില്ല. ആശ, ഒറ്റ വാചകത്തിൽ ഈ സമരം ഇങ്ങനെ നിൽക്കുന്നു, ഭൂമി കൂടി പ്രശ്നമായി വരുന്നുണ്ടല്ലോ മുമ്പിലേക്ക്. അതെ, ഞങ്ങളുടെ ആവശ്യത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ ആവശ്യത്തിൽ ഭൂമിയും മറ്റു കാര്യങ്ങളും ഒക്കെ കടന്നു വരുന്നത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. എങ്കിൽ കൂടി അത് രാഷ്ട്രീയ സംഘടനകൾ ഞങ്ങളുടെ കാര്യത്തിന്റെ കൂടെ ഉയർന്നു വന്ന കാര്യമാണ്. ഞങ്ങളുടെ ആവശ്യം വിദ്യാർത്ഥികളുടെ അവകാശങ്ങളാണ്. വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യപ്പെട്ടതിനെതിരെ പ്രതികരിച്ച വ്യക്തികളാണ് ഞങ്ങൾ. അതിനൊക്കെ ഒരു പരിഹാരം കാണണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കോളേജിനെ രക്ഷിക്കുക, ആ ഒരു വ്യക്തിയെ ആ ഒരു സ്ഥാനത്ത് നിന്ന് എന്നേക്കുമായി മാറ്റി നിർത്തുക, ഒരു കാരണസഹിതം കൃത്യമായി നിയമസാധ്യതയുള്ള ഒരു ആക്ഷൻ മാമിനെതിരെ എടുക്കുക, നിലനിൽക്കുന്ന കേസുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. ഏതായാലും ഈ ഭൂമിയുടെ റിപ്പോർട്ട് വരുന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ തർക്കമൊക്കെ നിങ്ങളൊക്കെ തമ്മിലുണ്ടെങ്കിലും കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി ഭിന്നതകളില്ലാതെ ഇടതുമുന്നണിക്കും സർക്കാരിനും ഇതിലൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരില്ലേ? തീർച്ചയായും ഇതിൻ്റെ അകത്ത് സർക്കാർ രണ്ടായി നമ്മൾ കാണണം. വിദ്യാർത്ഥികളുടെ സമരം അടിയന്തരമായും അവസാനിപ്പിക്കുന്നുണ്ട്. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ കൃത്യമായി അംഗീകരിച്ച് അവസാനിപ്പിക്കുന്നതിനുള്ള നല്ല ശ്രമം ഗവൺമെൻറ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് മുൻകൈ എടുത്ത് നടത്തേണ്ടത്. അത് തുടരണം. അതോടൊപ്പം തന്നെ ഭൂമിയും അതിൻ്റെ മറ്റ് അഫിലിയേഷൻ ഉൾപ്പെടെയുള്ള പരാതികൾ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും കൃത്യമായ നടപടിക്രമങ്ങളും വേണം. ഇത് ഈ സ്ഥാപനം തന്നെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തുടർ പ്രക്ഷോഭങ്ങൾ, വിദ്യാർത്ഥികളുടെ സമരം ഇവിടെ അവസാനിപ്പിച്ച് അവിടെ ക്ലാസ് തുടങ്ങിയാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടങ്ങളും പ്രക്ഷോഭ സമരങ്ങളുമായി ഞങ്ങൾ AIVF മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. റൈറ്റ്. വളരെയധികം എല്ലാ നേതാക്കൾക്കും എല്ലാവർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും. വളരെ പ്രധാനപ്പെട്ട സ്വാശ്രയ രംഗത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് അത് നെഹ്റു കോളേജിലായാലും ലോ അക്കാദമിയിലായാലും പല നിലകളിലും വളരെ ഗൗരവമായി നിലനിൽക്കുകയാണ്. സർക്കാരിൻ്റെ അടിയന്തര നടപടികളാണ് അത് അന്വേഷണത്തിൻ്റെ രൂപത്തിലായാലും ഇടപെടലിൻ്റെ രൂപത്തിലായാലും
കേരളം ആവശ്യപ്പെടുന്നത്. അക്കാര്യത്തിൽ ഒരു പൊതു നിലപാടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതിലേക്ക് സർക്കാർ എത്ര വേഗത്തിൽ ഇടപെടും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എല്ലാവർക്കും വളരെയധികം നന്ദി. ജയ്ക്ക്, മഹേഷ് കക്കത്ത്, ഡീൻ കുര്യാക്കോസ്, ശ്രീജിത്ത്, മൻസൂർ, ആശാ ട്രീസ അടക്കം എല്ലാവർക്കും ഞങ്ങളോട് സഹകരിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു.